Good morning, students. Today we are going to discuss the topic adjoint of a matrix. Adjoint of a given square matrix is the transpose of the matrix formed by cofactors of the elements of a given square matrix taken in order. ഒരു മാട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ മാട്രിക്സിൻ്റെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. സിംപ്ലി ഒരു മാട്രിക്സിൻ്റെ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൽ എലമെൻറ്റ്സ് വരുന്നത് A11, A12, A13, A21, A22, A23, A31, A32, A33. ഇനി ഈ എലമെൻറ്റ്സിൻ്റെ കോഫാക്ടേഴ്സ് ആണ് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ കോഫാക്ടേഴ്സ് എങ്ങനെയാണ് വരിക? A11ൻ്റെത് ആൽഫ 11, ദെൻ A12 ആൽഫ 12, A13 ആൽഫ 13. അങ്ങനെ വരുമ്പം ആൽഫ 21, ആൽഫ 22, ആൽഫ 23. സിമിലർലി ആൽഫ 31, ആൽഫ 32, ആൽഫ 33. ഇങ്ങനെയാണ് നമുക്കൊരു കോഫാക്ടർ മാട്രിക്സ് കിട്ടുക, അല്ലേ? ദെൻ ഈ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ വരുന്ന മാട്രിക്സ് ആണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. ഒരു മാട്രിക്സിൻ്റെ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. ഹിയർ വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഇഫ് A ഈക്വൽസ് മാട്രിക്സ് 0, 1, 2, 1, 2, 3, 3, 1, 1, ഫൈൻഡ് അഡ്ജ് A. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ കോഫാക്ടേഴ്സിൻ്റെ കേസിൽ തന്നിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവരും കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അഡ്ജോയിൻ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഹിയർ വി ഹാവ് മാട്രിക്സ് A ആൻഡ് ദി എലമെൻറ്റ്സ് ആർ 0, 1, 2, 1, 2, 3, 3, 1, 1. ഫസ്റ്റ് നമുക്ക് ഈ മാട്രിക്സിൻ്റെ കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആൻഡ് ദി കോഫാക്ടേഴ്സ് ആർ ആൽഫ 11. ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്. 0യുടെ കോഫാക്ടർ വരുന്നത് ആൽഫ 11. ആൽഫ 11 ഈക്വൽസ് -1. ദെൻ ആൽഫ 12, ദാറ്റ് ഈസ് സെക്കൻഡ് എലമെൻറ്റ് 1. 1ൻ്റെ കോഫാക്ടർ ആൽഫ 12, 8. ദെൻ തേർഡ് എലമെൻറ്റ് 2 ആണ്. ഫസ്റ്റ് റോയിൽ തേർഡ് എലമെൻറ്റ് വരുന്നത് 2 ആണ്. തേർഡ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ വരുന്നത് ആൽഫ 13, ദാറ്റ് ഈസ് -5. ദെൻ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് ആൽഫ 21, ആൽഫ 21 1, ആൽഫ 22 -6, ആൽഫ 23 3. ദെൻ തേർഡ് റോയിലെ എലമെൻറ്റ്സിൻ്റെ കോഫാക്ടേഴ്സ് ആണ് ആൽഫ 31 -1, ആൽഫ 32 2, ആൻഡ് ആൽഫ 33 -1. നമ്മൾ ഈ കോഫാക്ടേഴ്സ് വെച്ച് ഫോം ചെയ്തിട്ടുള്ള മാട്രിക്സ് ആണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. കോഫാക്ടർ മാട്രിക്സ്, ദാറ്റ് ഈസ് A ആൽഫ. A ആൽഫ ഈക്വൽസ് -1, -8, -5. ദെൻ സെക്കൻഡ് റോ എലമെൻറ്റ്സ് വരുന്നത് 1, -6, 3. ദെൻ തേർഡ് റോ -1, 2, -1. നമുക്കിവിടെ കോഫാക്ടർ മാട്രിക്സ് കിട്ടി. ഇനി ഈ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? റോ കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക, അല്ലേ? സോ ഫസ്റ്റ് റോ ബിക്കംസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ബിക്കംസ് സെക്കൻഡ് കോളം, തേർഡ് റോ ബിക്കംസ് തേർഡ് കോളം. ദെൻ അഡ്ജ് A ഈക്വൽസ് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ A കോഫാക്ടർ. നമുക്ക് നോക്കാം എങ്ങനെ വരും. ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ആയ -1, -8, -5 അഡ്ജോയിൻ്റ് എയിൽ ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ്സ് ആയി മാറും. ദെൻ സെക്കൻഡ് റോ എലമെൻറ്റ്സ് ആയ 1, -6, 3 അഡ്ജോയിൻ്റ് എയിൽ സെക്കൻഡ് കോളത്തിൽ എലമെൻറ്റ്സ് ആയി മാറും. ദെൻ A ആൽഫയിലെ തേർഡ് റോയിലെ എലമെൻറ്റ്സ് ആയ -1, 2, -1 അഡ്ജോയിൻ്റ് എയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്സ് ആയി മാറും. ദെർഫോർ അഡ്ജോയിൻ്റ് A ഈക്വൽസ് -1, 1, -1, -8, -6, 2, -5, 3, -1. Here we have another question. If A equals matrix 1, 1, 1, 1, 2, -3, 2, -1, 3. Then first question, find A into adjoint A. Second question, find adjoint A into A. And third question, verify that A into adjoint A equals adjoint A into A equals determinant A into I. So ആദ്യം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അഡ്ജോയിൻ്റ് A ഫൈൻഡ് ഔട്ട് ചെയ്യണം. അഡ്ജോയിൻ്റ് A ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ കോഫാക്ടേഴ്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അതിനുശേഷം മാട്രിക്സ് എയിലെ എലമെൻറ്റ്സിനെ മാട്രിക്സ് അഡ്ജോയിൻ്റ് എയിലെ എലമെൻറ്റ്സുമായി മൾട്ടിപ്ലൈ ചെയ്യുക. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അഡ്ജോയിൻ്റ് A ഇൻറ്റു A ആണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ?
എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാട്രിക്സ് എ ആയിരിക്കും, സെക്കൻഡ് മാട്രിക്സ് അഡ്ജോയിൻറ്റ് എ ആയിരിക്കും. എന്നിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദെൻ അഡ്ജോയിൻറ്റ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാട്രിക്സ് അഡ്ജോയിൻറ്റ് എ എടുക്കണം, സെക്കൻഡ് മാട്രിക്സ് എ എടുക്കണം. ഈ രണ്ട് ക്വസ്റ്റ്യനും സോൾവ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു വെരിഫൈ എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ഈക്വൽസ് അഡ്ജോയിൻറ്റ് എ ഇൻറ്റു എ ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ. ഫസ്റ്റ് 2 ക്വസ്റ്റ്യനിലെ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഫസ്റ്റ് 2 പാർട്ട് ഓക്കെ ആണ്. ദെൻ തേർഡ് പാർട്ട്, ഈ തേർഡ് ക്വസ്റ്റ്യനിലെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഈ കേസിൽ ഡിറ്റർമിനൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം മാട്രിക്സ് ഐയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ് ഓർ യൂണിറ്റ് മാട്രിക്സ് ആണ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റുഡൻസ്, ഈ കേസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഇൻറ്റു അഡ്ജ് എ കാണാനാണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? അഡ്ജോയിൻറ്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഈ കേസിൽ നമുക്ക് തന്നിട്ടുള്ള മാട്രിക്സ് എ, ഇവിടുത്തെ എലമെന്റ്സ് വരുന്നത് ഏതൊക്കെയാ? 1 1 1 1 2 -3 2 -1 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മാട്രിക്സിലെ എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിനെല്ലാം തന്നെ കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ കേസിൽ 9 എലമെന്റ്സ് ആണുള്ളത്. ഈ 9 എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോഫാക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഏത് ലെറ്റർ യൂസ് ചെയ്യാം? ആൽഫ. ഹിയർ ദ ഫസ്റ്റ് എലമെന്റ് ഈസ് 1. 1ന്റെ പൊസിഷൻ എന്താണ്? 1 1. സോ 1ന്റെ കോഫാക്ടർ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? ആൽഫ 1 1. ആൽഫ 1 1 ആണ് നമ്മൾ കാണുന്ന. ആൽഫ 1 1 ഈക്വൽസ് -1 raised to i plus j. i എന്ന് പറഞ്ഞാൽ റോ പൊസിഷൻ, j എന്ന് പറഞ്ഞാൽ കോളം പൊസിഷൻ. എപ്പോഴും ഓർക്കാം, ഇവിടെ ആൽഫ 1 1 ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ -1 raised to 1 plus 1 ആയിരിക്കും. ഈ കേസിൽ നോക്കിക്കുക, ആൽഫ 1 2 ആണ്. സോ -1 raised to 1 plus 2. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. -1 raised to 1 plus 1 ഇൻറ്റു ഇനി ഈ 1ന്റെ മൈനർ എന്ന് പറയുന്നത് ഏതാണ്? 1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ്സ് 2 -3 -1 3. So -1 raised to 1 plus 1 into 1ന്റെ മൈനർ വരുന്നത് 2 -3 -1 3. 1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ്സ് വരുന്നതാണിത്. ദെൻ ഈ മൈനർ വാല്യൂ കാണാം. അപ്പം -1 raised to 1 plus 1 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ വരിക? 1 ആണ്. എപ്പോഴും ഓർക്കാം, ഈ -1ന്റെ പവർ ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് +1 ആയിരിക്കും. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ -1 ആയിരിക്കും. ഈ കോഫാക്ടറിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും സൈൻ വരുന്നത് ഇങ്ങനെയാണ്, പ്ലസ് മൈനസ് പ്ലസ്. ഈ ഒരു ഫോമിലാണ് വരുന്നത്. സോ +1. ഇനി 2 × 3 6 മൈനസ്, നമുക്കറിയാം നമ്മൾ മൈനർ വാല്യൂ കാണുന്ന സമയത്ത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്തേ വരുള്ളൂ? മൈനസേ വരുള്ളൂ. 2 × 3 6 മൈനസ് -1 × -3. -1 × -3 എത്ര ആൻസർ വരിക? +3. മൈനസും മൈനസും എന്താകും? പ്ലസ് ആകും. സോ 6 - 3 3 വരും. 1 × 3 3. ഇനി അതുപോലെ ആൽഫ 1 2 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ് എലമെന്റ്. 1ന്റെ കോഫാക്ടർ ആണ് നമ്മൾ കാണുന്നത്. -1 raised to 1 plus 2. ദെൻ 1ന്റെ മൈനർ എന്ന് പറയുമ്പോൾ 1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ്സ് വരുന്നത് 1 -3 2 3. -1 raised to 1 plus 2 into 1 -3 2 3. -1 raised to 1 plus 2 ആണ്, അല്ലേ? 1 plus 2 ആയതുകൊണ്ട് 3 ആണ്. 3 എന്ന് പറയുമ്പോൾ ഏതാ വരിക? ഓഡ് നമ്പർ ആണ്. ഏത് സൈൻ വരിക? നെഗറ്റീവ്. -1 into 1 × 3 3 minus 2 × -3 -6 3 -6. മൈനസും മൈനസും എന്താകും? പ്ലസ് ആകും. സോ 3 + 6 9. -1 × 9 -9. ദെൻ തേർഡ് എലമെന്റ് വരുന്നത് 1 ആണ്. 1ന്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ ആൽഫ 1 3 -1 raised to 1 plus 3 into 1ന്റെ മൈനർ എന്ന് പറയുമ്പോൾ 1 2 2 -1. -1 raised to 1 plus 3 എന്ന് പറയുമ്പോൾ 1 plus 3 4 ആണ്. 4 ഈവൺ നമ്പർ ആണ്. സോ സൈൻ ഏതാ വരിക? പ്ലസ് ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇവിടെ വരുന്നത് ഏതാണ്? 1. ദെൻ 1 × -1 -1 മൈനസ് 2 × 2 4 -1 -4. -1 ഉം -4 ഉം രണ്ടും കോമൺ സൈൻ ആണ്. കോമൺ സൈൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം?
ആ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുക, കോമൺ സൈൻ കൊടുക്കുക. -1 -4 -5. 1 into -5 -5. Then alpha 21. ഫസ്റ്റ് റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റോ എലമെന്റ്സിലെ കോഫാക്ടേഴ്സ് ആണ്. സോ 1 ആണ് ഫസ്റ്റ് എലമെന്റ് വരുന്നത്. പൊസിഷൻ ഏതാണ്? ആൽഫ 21 ആണ് അല്ലെ? 21 ആണ് പൊസിഷൻ. സോ കോഫാക്ടർ വരുന്നത് ആൽഫ 21. ആൽഫ 21 ഈക്വൽസ് -1 + 1 ഇൻറ്റു 1ന്റെ മൈനർ വരുന്നത് 1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 -1 3. സോ -1 -1 + 1 എന്ന് പറഞ്ഞാൽ എന്താ? -1. 1 into 3 3 -1 into 1 -1 into 1 എത്രയാ വരാം? -1. സോ 3 -1 മൈനസും മൈനസും എന്താകും? പ്ലസ് ആകും. സോ 3 + 1 4 വരും. Then -1 into 4 -4. Then second element ഏതാ വരുന്നത്? 2 ആണ്. 2യുടെ കോഫാക്ടർ ആണ് നമ്മൾ കാണേണ്ടത്. 2യുടെ പൊസിഷൻ ഏതാണ്? 2 2. സെക്കൻഡ് റോ സെക്കൻഡ് കോളം. സോ കോഫാക്ടർ ഏതാ വരിക? ആൽഫ 2 2. ആൽഫ 2 2 ഈക്വൽസ് -1 + 2 + 2. എപ്പോഴും ഓർക്കുക, ഇവിടെ നമ്മൾ ഏത് കോഫാക്ടർ ആണോ കാണുന്ന ആ പൊസിഷൻ ആണ് ഇവിടെ പവർ ആയിട്ട് വരിക. -1 + 2 + 2 ഇൻറ്റു 2യുടെ മൈനർ എന്ന് പറയുമ്പോൾ 2 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 2 3 1 1 2 3. Then -1 = 4 എത്രയാ? +1 അല്ലേ? ഇനി 1 into 3 3 -2 into 1 2 3 - 2 എത്രയാണ്? 1 1 into 1 1. Then -3 -3യുടെ കോഫാക്ടർ ആണ് കാണേണ്ടത്. -3യുടെ പൊസിഷൻ ഏതാണ്? ആൽഫ 2 3 ആണ് അല്ലേ? സെക്കൻഡ് റോ തേർഡ് കോളം ആണ്. അതുകൊണ്ട് -1 + 2 + 3 കോഫാക്ടർ കാണുമ്പോൾ ആൽഫ 2 3 ഈക്വൽസ് -1 + 2 + 3. എന്തുകൊണ്ടാണ് 2 + 3 കൊടുത്തത്? ആൽഫ 2 3 ആയതുകൊണ്ട് അല്ലേ? ഇനി -3യുടെ മൈനർ എന്ന് പറയുന്നത് ഏതാണ്? -3 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്താൽ റിമൈനിങ് എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 1 2 -1 1 1 2 -1. Then -1 + 2 + 3 2 + 3 എന്ന് പറയുമ്പോൾ 5 ഓഡ് നമ്പർ ആണ്. -1 = 5 -1. Then 1 into -1 -1 -2 into 1 2 -1 -2 -1 -2 കോമൺ സൈൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. എന്നിട്ട് കോമൺ സൈൻ കൊടുക്കാം. -1 -2 വരെ -3 ആണ്. ഇനി -3 into -1 എത്രയാ വരിക? 3. സിമിലർലി തേർഡ് റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് ആണ് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. Then ഫസ്റ്റ് എലമെന്റ് 2 ആണ്. 2യുടെ പൊസിഷൻ വരുന്നത് ഏതാണ്? 3 1. സോ കോഫാക്ടർ എന്ന് പറയുന്നത് ആൽഫ 3 1. ആൽഫ 3 1 ഈക്വൽസ് -1 + 3 1 ആയതുകൊണ്ട് 3 + 1 ഇൻറ്റു 2യുടെ മൈനർ എന്ന് പറയുന്നത് ഏതാ? 2 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്യുക. റിമൈനിങ് എലമെന്റ്സ് ഏതൊക്കെയാ? 1 1 2 -3 1 1 2 -3 -1 + 3 + 1 3 + 1 എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ? -1 = 4 1. ഇനി 1 into -3 -3 -2 into 1 2 -3 -2 രണ്ടും കോമൺ സൈൻ ആണ്. കോമൺ സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യാം. 3ഉം 2ഉം ആഡ് ചെയ്താൽ 5 കോമൺ സൈൻ കൊടുക്കാം. -1 into -5 -5. Then സെക്കൻഡ് എലമെന്റ് തേർഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് വരുന്നത് -1 ആണ്. -1ന്റെ പൊസിഷൻ വരുന്നത് 3 2 ആണ്. Therefore alpha 3 2 കോഫാക്ടർ വരുന്നത് alpha 3 2. Alpha 3 2 ഈക്വൽസ് -1 + 3 + 2 ഇൻറ്റു -1ന്റെ മൈനർ വരുന്നത് -1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ദാറ്റ് ഈസ് 1 1 1 -3 1 1 1 -3 -1 + 3 + 2 എന്ന് പറയുമ്പോൾ 5 ആയതുകൊണ്ട് തന്നെ സൈൻ ഏതാ വരിക? -1 1 into -3 -3 -1 into 1 1 -3 -1 എത്രയാ വരിക? -4 -1 into -4 രണ്ടും മൈനസ് ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. സോ -1 into -4 ഈക്വൽസ് +4. Then തേർഡ് എലമെന്റ് ഏതാ വരുന്നത്? 3 ആണ് അല്ലെ? 3യുടെ പൊസിഷൻ ഏതാണ്? തേർഡ് റോ തേർഡ് കോളം. സോ കോഫാക്ടർ ഈസ് ആൽഫ 3 3 വരും. That is equals -1 + I + j that is 3 + 3. ഇവിടെ 3 3 ആയതുകൊണ്ട് 3 + 3. Then 3യുടെ മൈനർ എന്ന് പറയുമ്പോൾ 1 1 1 2. Then -1 = 6 വരും. -1 = 3 + 3 എന്ന് പറയുമ്പോൾ 6 വരും. -1 = 6 എത്രയാ വരിക? +1.
1 into 1 into 2 2 minus 1 into 1 1 2 minus 1 1 1 into 1 1. So the cofactors are minus 5 4 1. Students, നമ്മൾ ഇവിടെ മാട്രിക്സ് എയിലെ 9 എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ കോഫാക്ടേഴ്സിനെ എലമെന്റ്സിന്റെ സെയിം ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ കോഫാക്ടർ മാട്രിക്സിൽ തന്നിട്ടുള്ളത്. എ കോഫാക്ടർ മാട്രിക്സ് എയുടെ കോഫാക്ടർ മാട്രിക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ദ എലമെന്റ്സ് ആർ 3 minus 9 minus 5 minus 4 1 3 minus 5 4 1. നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? അഡ്ജോയിന്റ് ആണ് അല്ലെ. അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. സോ എച്ച് എ ഈക്വൽസ് ട്രാൻസ്പോസ് ഓഫ് എ ആൽഫ. അതായത് മാട്രിക്സ് എയുടെ കോഫാക്ടർ, ആ കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് ആണ് ഇതിൽ വരുന്നത്, അഡ്ജോയിന്റിൽ വരുന്നത്. സോ ഈ കേസിൽ നമുക്ക് നോക്കാം അഡ്ജോയിന്റ് എ എങ്ങനെയാ വരുന്നതെന്ന്. കോഫാക്ടർ മാട്രിക്സിലെ ഫസ്റ്റ് റോ വരുന്നത് 3 minus 9 minus 5 ആണ്. അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് റോ എന്താകും? ഫസ്റ്റ് കോളം ആയിട്ട് മാറും അല്ലെ. Then second row becomes second column, third row becomes third column. Therefore adjoint A equals matrix 3 minus 4 minus 5 minus 9 1 4 minus 5 3 1. Students, ഈ കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എ ഇൻറ്റു എഡ്ജ് എ കാണാനായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ അഡ്ജോയിന്റ് എ കണ്ടു. ഇനി എ ഇൻറ്റു അഡ്ജോയിന്റ് എ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എ ഇൻറ്റു അഡ്ജോയിന്റ് എ എന്ന് പറയുമ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. രണ്ട് മാട്രിക്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അതിലെ ഫസ്റ്റ് മാട്രിക്സ് ഏതായിരിക്കും? എ ആയിരിക്കും. സെക്കൻഡ് മാട്രിക്സ് അഡ്ജോയിന്റ് എ ആയിരിക്കും. ഞാനിവിടെ ഫസ്റ്റ് മാട്രിക്സ് ആയിട്ട് എ എടുത്തിട്ടുണ്ട്, സെക്കൻഡ് മാട്രിക്സ് ആയിട്ട് അഡ്ജോയിന്റ് എ എടുത്തിട്ടുണ്ട്. അത് സോൾവ് ചെയ്തു. സോൾവ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ആൻസർ -11 0 0 0 -11 0 0 0 -11. ഇത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് ചെയ്തതാണ്. ദെൻ ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഡ്ജോയിന്റ് എ ഇൻറ്റു എ കാണാനാണ്. ഈ കേസിലുള്ള സ്പെഷ്യാലിറ്റി എന്താ? അഡ്ജോയിന്റ് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് മാട്രിക്സ് അഡ്ജോയിന്റ് എ എടുക്കണം, സെക്കൻഡ് മാട്രിക്സ് ആയിരിക്കും എ വരുന്നത്. അപ്പോൾ ആ കേസിലും സോൾവ് ചെയ്താൽ അഡ്ജോയിന്റ് എ ഇൻറ്റു എ, ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സെയിം ആൻസർ തന്നെയാണ്. -11 0 0 0 -11 0 0 0 -11. ഇത് രണ്ടും നിങ്ങൾ സ്വയം ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ തന്നെ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഞാനിത് ഇവിടെ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങളത് നോക്കണ്ട. നിങ്ങൾ നോട്ടിൽ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് എഴുതിയെടുക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ തേർഡ് ക്വസ്റ്റ്യൻ we have to verify that a into edge a equals edge a into a equals determinant a into I. ഈ കേസിൽ a into edge a നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, edge a into a യും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ കാണേണ്ടത് ഏതാണ്? ഡിറ്റർമിനന്റ് a into I ആണ്. സോ ഈ കേസിൽ ഡിറ്റർമിനന്റ് a ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ഡിറ്റർമിനന്റ് a നെ കൊണ്ട് മാട്രിക്സ് I എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി മാട്രിക്സ് ഓർ യൂണിറ്റ് മാട്രിക്സ്. എന്തായിരുന്നു ഈ കേസിൽ? ഓർഡർ എത്രയാണ്? 3/3 ആണ് അല്ലേ. സോ ഐഡന്റിറ്റി മാട്രിക്സ് എങ്ങനെയാ വരിക? 1 0 0 0 1 0 0 0 1. അതായത് നമ്മൾ ഡിറ്റർമിനന്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ വാല്യൂവിനെ കൊണ്ട് ഐഡന്റിറ്റി മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം ഡിറ്റർമിനന്റ് എ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നോക്കാം. ഡിറ്റർമിനന്റ് എ, ഈ കേസിൽ നമ്മൾ മാട്രിക്സ് എയുടെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോയിലെ എലമെന്റ്സും ആ എലമെന്റ്സിന്റെ മൈനേഴ്സും വെച്ചിട്ടാണ് ഡിറ്റർമിനന്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലേ. സോ ഈ കേസിൽ ഫസ്റ്റ് എലമെന്റ് വരുന്നത് 1 ആണ്. 1ന്റെ മൈനർ വരുന്നത് 2 -3 -1 3. ദെൻ 1 into 2 into 3 6 minus -1 into -3 +3 വരും അല്ലെ. 6 - 3 വരും. ഈ മൈനസ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഫോർമുലയിൽ വരുന്നതാണ്, അത് അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ 1 into 6 - 3. ദെൻ കൊടുക്കേണ്ട സൈൻ ഏതാണ്? മൈനസ്. സെക്കൻഡ് എലമെന്റ് ഏതാണ്? 1. 1ന്റെ മൈനർ എന്ന് പറയുന്നത് 1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ്സ് ഏതൊക്കെയാ? 1 -3 2 3. സോ -1 എഴുതുക. ദെൻ 1ന്റെ മൈനർ വരുന്നത് 1 into 3 3 minus 2 into -3 -6 പ്ലസ് തേർഡ് എലമെന്റ് ഏതാണ്? 1.
നമ്മൾ ഓർക്കുക പ്ലസ് മൈനസ് പ്ലസ് ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. തേർഡ് എലമെന്റ് 1 ആണ്, 1 കൊടുക്കുക. ദെൻ 1ന്റെ മൈനർ എന്ന് പറയുന്നത് 1 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ്സ് ഏതൊക്കെയാ 1 2 2 -1. ഇതിന്റെ മൈനർ വാല്യൂ കാണോ. ഈ മൈനർ വാല്യൂ കാണാന്ന് പറയുമ്പോൾ ഈ ഡിറ്റർമിനന്റ് വാല്യൂ കാണാ എന്നുള്ളതാണ്. 1 × -1 -1 minus 2 × 2 4. Then that is equals 1 × 6 - 3 3 -1 3 -6 minus എന്താകും പ്ലസ് ആകും. സോ 3 + 6 വരും. 3 + 6 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക 9 പ്ലസ് 1 × -1 -4. രണ്ടും കോമൺ സൈൻ ആണ്. കോമൺ സൈൻ ആയതുകൊണ്ട് ആ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുക, കോമൺ സൈൻ കൊടുക്കുക. സോ -1 ഉം -4 1 + 4 5 മൈനസ് ആയതുകൊണ്ട് -5. Then 1 × 3 3 -1 × 9 -9 plus 1 × -5 -5. So 3 -9 -5 വരും. ഇനി 9ന്റെയും 5ന്റെയും സൈൻ എന്താണ് നെഗറ്റീവ് ആണ്, കോമൺ സൈൻ ആണ്. അതുകൊണ്ട് 9ഉം 5ഉം ആഡ് ചെയ്യാം. 9ഉം 5ഉം ആഡ് ചെയ്താൽ 14 വരും. ഇതിന്റെ സൈൻ ഏതാ വരിക നെഗറ്റീവ് ആണ്. സോ 3 - 14 ആൻസർ എത്രയാ വരിക -11. സോ ഡിറ്റർമിനന്റ് A ഈക്വൽസ് -11 വരും. ഇനി നമുക്ക് കാണേണ്ട എന്താ ഡിറ്റർമിനന്റ് A × I ആണ്. ഡിറ്റർമിനന്റ് A × I. ഡിറ്റർമിനന്റ് A എന്ന് പറയുമ്പോൾ -11 ആണ്. I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മാട്രിക്സ്, ദാറ്റ് ഈസ് 1 0 0 0 1 0 0 0 1. ഇവിടെ വരുന്നത് എന്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ്? സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. അതായത് -11 കൊണ്ട് മാട്രിക്സ് ഐയിലെ എല്ലാ എലമെന്റ്സും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -11 × 1 -11 -11 × 0 0 so 0 then 0 -11 0 0 0 -11. ഇതാണ് നമുക്ക് വരുന്ന ആൻസർ. ദെൻ ലാസ്റ്റ് നിങ്ങൾ എഴുതാം നമ്മളിവിടെ മൂന്നും ഈക്വൽ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തു അല്ലേ. സോ ദാറ്റ് ഈസ് A × adjoint A equals adjoint A × A equals determinant A × I equals matrix -11 0 0 0 -11 0 0 0 -11. Hence proved. Students, that's all for today. See you in next class. Thank you all.